ഹലോ ഹലോ എല്ലാവർക്കും എഴുതാപ്പുറത്തിൻ്റെ അടുത്ത എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇത്തവണത്തെ ടോപ്പിക്ക് കഴിഞ്ഞ തവണത്തെ നിന്ന് കുറച്ചൊന്ന് ഒരു ചേഞ്ച് വരുത്തുകയാണ്. കഴിഞ്ഞ തവണ നമ്മൾ റൊമാൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇത്തവണ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റൊമാൻസ് പ്രധാനമായിട്ടല്ലാത്ത പുസ്തകങ്ങളിലെ റൊമാൻറ്റിക് ക്യാരക്ടേഴ്സ്, റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് എന്നുള്ളതാണ് ഇന്നത്തെ ടോപ്പിക്ക്. ഇതൊരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറിയാണ്. എനിക്കത് വായിച്ചപ്പം എനിക്ക് രസകരമായി തോന്നിയ ഒരു കഥയാണ്. ഇനി ഞാൻ ഉറങ്ങട്ടെ. ഓഥറിന്റെ പേര് എനിക്ക് ഓർമ്മയില്ല. പി.കെ. ബാലകൃഷ്ണൻ. പി.കെ. ബാലകൃഷ്ണൻ. അപ്പൊ അതില് പുള്ളി കർണന്റെ കഥയാണ് പറയുന്നത്. പക്ഷെ അതില് ദ്രൗപദിയുടെ ഒരു ആംഗിളിൽ നിന്നും മാറി മാറി ദ്രൗപദിയുടെയും കുന്തിയുടെയും ആംഗിളിൽ നിന്നും മാറി മാറി കഥ പറയുന്നുണ്ട്. ഇതിലൊരു ഇത് പറഞ്ഞത് ഇതില് ദ്രൗപദിക്ക് ആക്ച്വലി കർണനെ ഇഷ്ടമായിരുന്നു. സ്പ്ലിറ്റ് സെക്കൻഡിൽ അയാളുടെ ഒരു ബർത്ത് സ്റ്റോറി, അതായത് സൂതപുത്രൻ ആയിട്ട് രാജാവായതുകൊണ്ട് ആ ഒരു ക്ലാസ് വ്യത്യാസം കാണിച്ചിട്ടാണ് കല്യാണം കഴിക്കാതിരിക്കുന്നത്. ത്രൂ ഔട്ട് ഇഷ്ടമാണ് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും, പക്ഷെ ഒരിക്കലും അതങ്ങോട്ട് പറയാൻ പറ്റിയിട്ടില്ല. ഇറ്റ് ഇസ് നെവർ ബീൻ. ഈവൻ കുന്തി ആക്ച്വലി ഇയാളെ അനുനയിപ്പിച്ച് ഇവരുടെ കൂടെ കൂട്ടാൻ നോക്കുന്നുണ്ട് യുദ്ധത്തിന് മുമ്പ്. അന്ന് പറയുന്നത് ഹസ്തിനാപുരത്തിന്റെ രാജാവാക്കാം, ദ്രൗപദി നിന്റെയും കൂടെ, ഇതൊക്കെയാണ് ഓഫർ ചെയ്യുന്നത്. ഒരു അതുപോലെ തന്നെ നമ്മുടെ ദേവ്ദത്ത് പട്നായിക്കിന്റെ ഒരു ബുക്ക് ഉണ്ട്. അതില് സീത അതല്ലാണ്ട് he's written a book called Sita. I think he's got a book called Sita. അതില് he discusses a few സീതയല്ല, ദ്രൗപദിയുടെ തന്നെ ഒരു ഇതില് there are a few things that he discusses, a few things that she did change the course of Mahabharata. അതില് ഒന്ന് was publicly humiliating കർണ. അത് പുള്ളിക്കാരത്തിക്ക് ഒരു തരത്തിൽ ഇതുണ്ടല്ലോ, എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് ഞാൻ ചൊറിയട്ടെ എന്ന് പറഞ്ഞൊരു ആറ്റിറ്റ്യൂഡിലാണ് പുള്ളിക്കാരത്തി ചൊറിയുന്നത്. അതാണ് ദാറ്റ് ചേഞ്ചസ് ദ കോഴ്സ് ഓഫ് എവറിഥിങ്. ഈവൻ ഈ ഇനി ഞാൻ ഉറങ്ങട്ടയില് കർണൻ ആക്ച്വലി പറയുന്നുണ്ട്, ഒരു സ്പ്ലിറ്റ് സെക്കൻഡിലാണ് പുള്ളി ആ ഡിസിഷൻ എടുക്കുന്നത്. ദുര്യോധനെ തോണ്ടി വിടുന്നത്, പണ്ടമായിട്ട് ദ്രൗപദിയെ വിളിച്ചുകൊണ്ട് വരാനും അതിന്റെയൊക്കെ എക്സ്പ്ലനേഷൻസ് ഈ ബുക്കിലുണ്ട്. ഇഫ് ദ്രൗപദി ഹാഡ് മാരിഡ് കർണ, മഹാഭാരതയുടെ സ്റ്റോറി ദി എൻഡായി. കാരണം യുദ്ധം നടക്കുന്നതിന്റെ പ്രൈമറി കാറ്റലിസ്റ്റ് വാസ് ദ്രൗപദീസ് വസ്ത്രാക്ഷേപത്തിൽ നിന്ന് ദ്രൗപദിയാണ് ഇത് സാരമില്ല എന്ന് പറഞ്ഞ് ഇവര് പോവാൻ റെഡി ആയിരുന്നെങ്കിലും ദ്രൗപദി കുന്തിയാണ് ബേസിക്കലി പറഞ്ഞത്, ബാക്കിയെല്ലാം ഞാൻ ക്ഷമിക്കും, പക്ഷെ ദ്രൗപദിയോട് ചെയ്തത് എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല, അതിന് നമ്മൾ വി നീഡ് ടു ഇത്. അപ്പൊ ദ്രൗപദി കർണന്റെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ദുര്യോധനൻ ദ്രൗപദിയുടെ സിസ്റ്ററായി കണ്ടേനെ, നൺ ഓഫ് ദിസ് വുഡ് ഹാവ് ഹാപ്പൻഡ്. they wouldn't have had 5, ഇവർക്ക് 5 പേർക്ക് കൂടെ ഒരു ഭാര്യ ഉണ്ടാവില്ലായിരുന്നു. none of this would have happened. ഒരു ഇൻട്രസ്റ്റിംഗ് ടേക്ക് ആണ് ആക്ച്വലി. അത് ആക്ച്വലി കൃഷ്ണൻ ഉണ്ട് ഇതിന്റെ ഇടയിൽ കിടന്ന് കളിക്കുന്നത്. കാരണം കർണന്റെയും അർജുനന്റെയും ഫോട്ടോ ഒരുമിച്ച് എന്തോ ആണ് കൊണ്ടേ കൊടുക്കുന്നത്. ഫോട്ടോ അല്ല, ഇതേ പടം വരച്ചത്. അപ്പൊ ഷീ ആക്ച്വലി ലൈക്സ് കർണനെയാണ് ചൂസ് ചെയ്യുന്നത്. പക്ഷെ കൃഷ്ണൻ വന്നിട്ട്, കൃഷ്ണൻ ബെസ്റ്റ് ഫ്രണ്ട് ആണല്ലോ, എല്ലായിടത്തും ഉണ്ടല്ലോ പുള്ളി വന്നിട്ട് മഷി ഇതെന്ത് ഇയാള് കൊള്ളൂല, മറ്റവനാണ് നല്ലത്. എന്നിട്ട് അർജുനന് വേണ്ടിയിട്ട് സംസാരിക്കുമ്പോ ദ്രൗപദി ഓക്കെ എന്ന് പറയുന്നതാണ്. പുള്ളി മറ്റേ സംഭവമി യുഗയുടെ ആളാണല്ലോ. പുള്ളി എഴുതി വെച്ച സാധനം നടക്കണമെങ്കിൽ ഇതൊക്കെ ഈ പരിപാടിയൊക്കെ. ഞാൻ എന്തിനു എന്റെ അവതാര ഉദ്ദേശം തന്നെ നിങ്ങൾ ബ്ലോക്ക് ചെയ്ത് കളയരുത്. ഐ മീൻ റൊമാൻറ്റിസൈസ് ചെയ്യാൻ പറ്റിയ ഒരു സാധനമാണ് വാട്ട് ഇഫ് ദ്രൗപദി ആൻഡ് കർണ എന്ന് പറയുന്നത്. കാരണം അത് ഇന്റർപ്രിട്ടേഷൻ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾക്ക് അധികവും പരിചയമുള്ള കർണന്റെ ക്യാരക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറ്റ്ലീസ്റ്റ് വളരെ റൊമാൻറ്റിസൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് കർണനെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ദാനശീലൻ, വീരൻ, അർജുനനേക്കാളും നല്ല വില്ലാളി, സുന്ദരൻ, സൂര്യന്റെ തേജസ്സുള്ള മനുഷ്യൻ എന്നൊക്കെയാണ്. പക്ഷേ പുള്ളി വേറെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി പല തൊട്ടിത്തരങ്ങളും കാണിച്ചിട്ടുണ്ട്. പുള്ളിക്കിട്ട് കുത്തിയതിന്റെ ഒരു 3 ഇരട്ടി പുള്ളി തിരിച്ചു കുത്തിയിട്ടുമുണ്ട്. മറ്റേ സഭയിൽ വെച്ചിട്ട് ആക്ച്വലി വസ്ത്രാക്ഷേപം നടത്താൻ
കാരണക്കാരൻ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയത് കർണനാണ്. പുള്ളിയാണ് ആ ഐഡിയ ഇട്ട് കൊടുത്തത്. ദാസന്മാർക്കും ദാസികൾക്കും ഉടുതുണി പതിവില്ല എന്ന് പറയും. അത് പോരാഞ്ഞിട്ട് 4 ഭർത്താക്കന്മാരിൽ കൂടുതലുള്ള സ്ത്രീകളൊക്കെ വേശികളാണെന്ന് പ്രോസ്റ്റിറ്റ്യൂട്ട്സ് എന്ന് പറയും. അന്ന് ഉറക്കെ വിളിച്ചു പറയും കർണൻ. ബേസിക്കലി ദ്രൗപദി ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആണെന്ന് വിളിച്ചു പറയുന്നത് കർണനാണ്. വസ്ത്രാക്ഷേപത്തിന്റെ മെയിൻ ഒരു ഇൻസ്റ്റിഗേറ്ററും പുള്ളി തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ breakup. കുന്തിയും ഒട്ടും പിന്നിലല്ല. കുന്തിക്ക് ഉണ്ടായിരുന്നത് 5 പാർട്ട്നേഴ്സ്. പബ്ലിക്കലി 4 അവൈലബിൾ അതറിയില്ലല്ലോ. ഉള്ളൂ എങ്കിലും 5 ഉണ്ടല്ലോ. അല്ലല്ലോ, അല്ല യുധിഷ്ഠിരൻ, ഭീമൻ 5 പേര് ഓൾറെഡി ഉണ്ട്. പിന്നെ 6 സൂര്യൻ. അല്ലല്ല, ആറല്ല. മറ്റേത് മാദ്രിയുടെ കുട്ടികളാണ്. മറ്റേത് മാതിരിയുടെ മാതിരി. ഓ പിള്ളേർ. ശരിയാ ശരി. 4 പേര്. 4 പേര് correct. 4 പേര്. പിന്നെ പാണ്ഡു ഒറിജിനൽ ഹസ്ബൻഡ്. ഉം. മറ്റേത് ബാക്കി 4 അതൊക്കെ 1 നൈറ്റ് സ്റ്റാൻഡ്സ് ആയിരുന്നല്ലേ, കുഴപ്പമില്ല. This is something I don't understand. ആണുങ്ങ- Like, you have ആണുങ്ങൾക്ക് one ആവാം. child, you have 2 child. അർജുനന് ഇത്ര എക്സ്ട്രാ ആയിരുന്നില്ലേ ഇത്? അത് പാണ്ഡു എന്തിന് തന്നെ പറയുന്നേ? പറയുന്നേ. എനിക്ക് ഒരു കുറച്ചും കൂടെ ഒരു വില്ലാളി വീരനായിട്ടൊരു പയ്യനെ വേണം. ഓ ആണോ, ഓക്കെ. ഗോ ബി വിത്ത് ഇന്ദ്ര എന്ന് പറഞ്ഞ് പാണ്ഡുവാണ് റിക്വസ്റ്റ് ചെയ്യുന്നത്. ഐ വോണ്ട് എ സ്ട്രോങ് ചൈൽഡ്, ഐ വോണ്ട് എ ദർവിഷ്ഠനായ ചൈൽഡ് ലൈക്ക്. പെൺകുട്ടിയാണ് ജനിച്ചിരുന്നെങ്കിലോ എന്ത് ചെയ്യായിരുന്നു? ഫുൾ വെളുപ്പായോ? ഇതൊക്കെ ഇവരെ കേട്ടോ. ഹൗ കം അവർക്ക് പെൺകുട്ടികളൊന്നും ഉണ്ടായില്ല? കാട്ടിലൊന്നും പോകാൻ പറ്റില്ലല്ലോ അന്നത്തെ കാലത്ത് വെച്ചിട്ട്. എന്ത് ചെയ്തേനെ? എനിക്ക് ഹോൾ സോറി പറ. See, that's a funny thing about mythology, right? You rarely speak about girl childs in any of these family unless the girl childs are meant to be somebody else's wife. പ്ലോട്ട് മൂവ് ചെയ്യാനുള്ളത് അല്ലെങ്കിൽ പിന്നെ അതിൽ പ്രസക്തി ഇല്ല എന്നുള്ള പോലെയാണ്. ഇതൊരു മറ്റേ പ്ലോട്ടാണെന്ന് തിരിച്ചറിയാത്തതിന്റെ ഒരു പ്രശ്നമാണ്. എല്ലാവരും ഇത് തലകേറ്റി വെച്ചുകൊണ്ടാണ് നമ്മുടെ എന്താ പറയാ മൈൻഡ് സെറ്റ് അങ്ങനെ ആയിപ്പോയത്. കൾച്ചർ ഗേൾ ചൈൽഡിന് എന്ത് ഇത് കൊടുക്കുന്നു എന്നുള്ളതൊക്കെ ഈ പുരാണം ആണ് അതിന്റെ ഫസ്റ്റ്. ഇതൊക്കെ അടിച്ചിറക്കിയിട്ടാണ് തുടക്കം. ആ ലോമപാദനും ജനകനും തമ്മിലുള്ള കമ്പാരിസൺ വരുന്നത് അവിടെ നിന്നാണ്. ലോമപാദന് മകളുണ്ട്. മറ്റേ ശാന്ത. ദശരഥന് മകളുണ്ട് ശാന്ത. ഉം. അയാൾക്ക് പുത്രന് വേണ്ടി തന്നെയാ ചെയ്തത്. ഞാൻ പണ്ട് കഥ കേട്ടിരുന്നപ്പോ കുട്ടികളില്ലാത്തൊരു രാജാവ് ഇത് ചെയ്യണു. That's how it makes sense also, you don't have children, you want to have children, so you do everything you can. പിന്നെയാണ് മനസ്സിലാവുന്ന ഒരു മകളുണ്ടാകുന്നതിന് പാർസലാക്കി ഫ്രണ്ടിന് കൊടുത്തത് അതൊക്കെ ഇയാൾക്ക് എന്തിന്റെ കേടായിരുന്നു? പുത്രകാമേഷ്ടിയാണ് ചെയ്തത്, പുത്രികാമേഷ്ടി അല്ല. അല്ല പിന്നെ അത് ശരിയാണല്ലോ. എന്താ അങ്ങനെ? പക്ഷെ ദശരഥനാണ് only 4 girls. ഇയാൾക്ക് പുത്രകാമേഷ്ടി ഇങ്ങനെയാണ് ഒറിജിനൽ ഫെമിനിസ്റ്റ്. അല്ല, പക്ഷേ പേട്രിയാർക്കി ആയിരുന്നല്ലോ. ആൺമക്കൾക്കേ രാജ്യം കൊടുക്കാൻ പറ്റുള്ളൂ, പെൺമക്കള് മാത്രമായിരുന്നു. അങ്ങനെ ആൺമക്കള് അറിയില്ല, ആർക്കറിയാം? ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ എന്താ ചേച്ചിയെ കാട്ടിക്കൊണ്ടിട്ട് അന്വേഷിക്കാൻ പോലും. പിന്നെ ജനകന് ഇതില്ല. അത് കല്യാണം കഴിഞ്ഞ് വില്ലൊടിച്ച് പോന്നു കഴിഞ്ഞിട്ട് പിന്നെ ജനകന്റെ കഥ പുള്ളിയുടെ കഥ അവിടെ തീർന്നു. അതും എന്താ പറയണേ, സീത തല്ലുണ്ടാക്കി ഇറങ്ങി പോന്നു കഴിഞ്ഞപ്പോ അച്ഛന്റെ അടുത്തല്ല പോകുന്നത്, കാട്ടിലേക്കല്ലേ പോണത്. കാട്ടിക്കൊണ്ടാക്കുന്നതാണല്ലോ ഭാഗത്തിന്. വഴിയറിയാണ്ട് പോയതാ. ലക്ഷ്മണൻ കൊണ്ടാക്കുന്നില്ല. എനിവേ എനിക്കൊരു ഇൻട്രസ്റ്റിംഗ് ടേക്ക് ഉണ്ട്. എനിക്കല്ല, ആക്ച്വലി ഇത് വെൻഡി ഡോണിഗറിന്റെ ടേക്കാണ് ഓൺ ശാന്ത ലോമപാദൻ. ഇപ്പം നമ്മൾ വാൽമീകി രാമായണം, ഇപ്പൊ രാമായണം തന്നെ നമ്മളിപ്പോ കേൾക്കുന്ന രാമായണം ആക്ച്വലി കുറെ ഇന്റർപോളേഷൻസ് ഒക്കെ വന്നിട്ട് പോപ്പുലർ വേർഷൻസ് ആണ് നമ്മൾ കേൾക്കുന്നത്. നമുക്കിപ്പോ കുറച്ചും കൂടെ പോപ്പുലർ ആയിട്ടുള്ള സ്റ്റോറീസ് തുളസീദാസിന്റെ രാമചരിത മനസ്സും കമ്പരാമായണം ഒക്കെ, അതാണ് കുറച്ചും കൂടെ പോപ്പുലർ. ആക്ച്വൽ വാൽമീകി രാമായണത്തിൽ കുറച്ച് സ്ലൈറ്റ്ലി ഡിഫറെന്റ് ആണ് സ്റ്റോറീസ്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് അഹല്യയുടെ കഥയൊക്കെ.
there's always some kind of difference. As Ramayana goes through the ages, right? പുതിയ പുതിയ മൊറാലിറ്റീസ് നമ്മൾ ഇതിലോട്ട് എഴുതി ചേർക്കാൻ ശ്രമിക്കും. അപ്പൊ വാൽമീകി രാമായണത്തില് നമുക്ക് ശാന്തയുടെ സ്റ്റോറി ഇല്ല, പുത്രിയുടെ സ്റ്റോറി ഇല്ല. ഇൻസ്റ്റെഡ് ദശരഥന് പുത്രകാമേഷ്ടി യാഗം നടത്തണം. അതിന് ഋഷ്യശൃംഗൻ എന്ന് പറഞ്ഞ ഒരു മുനിയെ കൊണ്ടുവരുന്നതാണ്, പുള്ളിയാണ് ചെയ്യിക്കുന്നത്. ഇത് കുറെ മോഡേൺ ആയി കഴിഞ്ഞ പണ്ട് കാലത്ത് ഈ പുത്രകാമേഷ്ടി യാഗമൊക്കെ നടത്തുന്നത് ആക്ച്വലി ഇറ്റ്സ് എ വേ ഓഫ് സേയിങ് നോ ദ കിങ് ഈസ് സ്റ്റെറൈൽ. പുള്ളിക്ക് നിയോഗം നടത്താൻ വേണ്ടി ബ്രാഹ്മണന്മാരെ ഋഷിമാരെയൊക്കെ കൊണ്ടുവരുന്നതാണ് എന്ന് പറയുന്നു. ബട്ട് ആസ് യുനോ ഏജ് പാസ്ഡ് ബൈ, നിയോഗം ഫെൽ ഔട്ട് ഓഫ് ഫാഷൻ. പേട്രിയാർക്കി കുറച്ചും കൂടെ പ്രോമിനന്റ് ആയി. ആൻഡ് രാമ became a more prominent role. Then this a rather insulting question of paternity came into the picture. How can he even hint that maybe Putragamishti Yagam is actually a yagam? We don't know. Or maybe it can be a mara for a niyoga. So അല്ല, പക്ഷെ ഇതില് നമ്മുടെ മഹാഭാരതത്തില് അത് വളരെ ക്ലിയർ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, വിശ്വാമിത്രൻ വരുന്നത്. വിശ്വാമിത്രനല്ലേ വരുന്നത്? വ്യാസൻ, സോറി, വ്യാസൻ. അപ്പൊ അത് നിയോഗം എന്ന് പച്ചയ്ക്ക് പറയുന്നുണ്ട്. ഇവിടെ പക്ഷെ പറയുന്നില്ല, പുത്രകാമേഷ്ടി യാഗമെന്നേ പറയുന്നുള്ളൂ. പക്ഷെ ഇത് പണ്ട് രാജാക്കന്മാരെ മറയായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഇത് ഈ സ്റ്റോറി കൊണ്ടുപോയ ബ്രാഹ്മണന്മാർക്ക് ചിലപ്പോൾ ഒരു ചെറിയ not so comfortable ആയിരിക്കും. So what happened is that, let's do one thing, we'll add some more complications in the story. വരുന്ന ഋഷി ദശരഥന്റെ മരുമോനാക്കാം. So in that way there won't be any untoward relations that are possible. It will be forbidden for certain family relations, right? മരുമോൻ എന്ന് പറയുമ്പോൾ സ്വന്തം മോനെ പോലെ ഇല്ലേ. So you can't നിയോഗം പറ്റത്തില്ല. സോ ആ ഒരു പെറ്റേണിറ്റി ഇഷ്യൂ കാരണം ഉണ്ടാക്കിയ ഒരു സ്റ്റോറിയാണ് ശാന്ത എന്നാക്കി. ഇത് ആണ് വെൻഡി ഡോളിഗറിന്റെ ഒരു തിയറി. യു ഫൈൻഡ് ദിസ് തിയറി ഇൻ ഹിന്ദുസ് ആൾട്ടർനേറ്റീവ് ഹിസ്റ്ററി. അതൊന്ന്. എനിക്ക് കർണനെ ദ്രൗപദിയെ കുറിച്ച് പറയാനുണ്ട്. ഐ എം ജസ്റ്റ് വെയിറ്റിംഗ് ഫോർ ദ ഹോൾ ഡിസ്കഷൻ ടു ബി ഓവർ. കൊട്ടിക്കലാശം തുടങ്ങാനോ? ഞാൻ നേരത്തെ പറഞ്ഞ രാമായണത്തിന്റെ പോപ്പുലർ വേർഷൻ അതേപോലെയാണ് മഹാഭാരതത്തിന്റെ പോപ്പുലർ വേർഷൻസ്. പോപ്പുലർ വേർഷൻ ഒരുപാട് ഫോക്ലോർ ഉണ്ട് നമ്മൾ ഈ മഹാഭാരതം സ്റ്റോറീസിലൊക്കെ, പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിൽ നിന്ന് വരുന്നത്. ഈ മഹാഭാരതം എന്ന് പറയുന്ന ബോറി പ്രൊജക്ടിനെ കുറിച്ചൊന്ന് പറയാം. ഭണ്ഡാർക്കർ ഓറിയന്റൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അവര് ഇറക്കിയൊരു ക്രിട്ടിക്കൽ എഡിഷൻ ഉണ്ട് മഹാഭാരതത്തിന്റെ. സോ ബേസിക്കലി അവർ റെഫർ ചെയ്തേക്കുന്നത് ഇതൊക്കെ ഒരു 60-year-old പ്രൊജക്റ്റ് ആണ്. ദാറ്റ് മീൻസ് ഈ പ്രൊജക്ട് തുടങ്ങിയ ആൾക്കാർ they didn't live to see the end of that project. സോ നമുക്ക് ഈ നമ്മൾ മഹാഭാരതം എന്ന് പറയുമ്പോൾ every manuscript is different what we get. The oldest manuscript of Mahabharata that we have is it's a 10th century birch tree bark manuscript. അത് കാരണം ദാറ്റ്സ് ദ ഓൾഡസ്റ്റ് വി കുഡ് ഗെറ്റ്. കാരണം ഇന്ത്യ പോലൊരു ക്ലൈമറ്റില് we have a hot and humid climate. That means നമ്മുടെ കയ്യിലുള്ള manuscripts they don't last. We have to copy. അതെ, ചിതലരിച്ചു എല്ലാം അങ്ങ് പോവും. So what happens is that we had to write it again. ചില സ്ക്രൈബ്സിനെ കൊണ്ട് നമ്മൾ ഇരുത്തി അത് വീണ്ടും എഴുതണം. ഓരോ വട്ടം എഴുതുമ്പോൾ you need to have royal patronage or some kind of patronage. കാരണം സ്ക്രൈബ്സ് വെറുതെ എഴുതില്ലല്ലോ, ആരെങ്കിലും സ്പോൺസർ ചെയ്യണം. അപ്പൊ ഈ പലപ്പോഴും സ്പോൺസേഴ്സ് ഇല്ലെങ്കിൽ ഒരുപാട് ബുക്സ് നമ്മുടെ കയ്യിൽ പോകും. ബുദ്ധിസ്റ്റ് സ്ക്രിപ്റ്റേഴ്സ് ഒക്കെ കുറെ പോയതും അങ്ങനെയാണ്. കാരണം ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ബുദ്ധിസം പേട്രണൈസ് ചെയ്യുന്ന രാജാക്കന്മാർ ഇല്ലാതായി. അപ്പൊ പിന്നെ സ്ലോലി വി സ്റ്റാർട്ടഡ് ലൂസിങ് ഓൾ ദോസ് ബുക്സ്. അതേപോലെ വി നീഡ് സം കൈൻഡ് ഓഫ് patronage. Anyway, what happens is that Bore Institute collected around 1,200 manuscripts. Every one of those manuscripts is different from each other.
ടോട്ടലി യുണീക്ക്. എന്നിട്ട് കാരണം ഓരോ മാനുസ്ക്രിപ്റ്റിലും ഇന്റർപൊളേഷൻ ഉണ്ട്. ഇത് വേറെ നല്ല ഇൻട്രസ്റ്റിംഗ് തിയറി ഉണ്ട്. നമുക്കിപ്പം ചില മഹാഭാരതം എടുത്തു കഴിഞ്ഞാൽ കർണനെ ഭയങ്കരമായിട്ട് ഗ്ലോറിഫൈ ചെയ്യുന്നുണ്ട്. പക്ഷേ അഗെയിൻ ദ തിയറി ഈസ് ദാറ്റ് വൈ ദാറ്റ് ഗ്ലോറിഫിക്കേഷൻ ഇസ് ദാറ്റ് ഈ ഒരു വേർഷൻ സൂതന്മാരുടെ കയ്യിലായിരുന്നു. അവരായിരുന്നു ഏറ്റവും കൂടുതൽ പാടിക്കൊണ്ടിരുന്നത്. സൂതന്മാരാണ് സ്റ്റോറി ടെല്ലേഴ്സ് ബേസിക്കലി. മാഗധനും സൂതന്മാരും ആണ് സ്റ്റോറി ടെല്ലേഴ്സ്. അവര് ഈ സ്റ്റോറീസ് പാടി നടക്കുമ്പോൾ ദേ വിൽ പുട്ട് എ ബിറ്റ് ഓഫ് സംതിങ് വിച്ച് ഗ്ലോറിഫൈസ് ദ കാസ്റ്റ്. അതുപോലെ ഒരു വേർഷൻ ഭാർഗവന്മാരുടെ കയ്യിലായിരുന്നു. സോ അവര് ഭാർഗവ ചരിത്രം, പരശുരാമന്റെ ഒക്കെ ചരിത്രത്തെ കുത്തിയിടിച്ചു കയറ്റും. അങ്ങനെ കുറെ തിയറീസ് ഉണ്ട്. സോ എനിവേ വാട്ട് ഹാപ്പൻസ് ഇസ് ബോറി ക്രിട്ടിക്കൽ എഡിഷൻ എന്ന് പറയുന്ന സാധനം ഇതെല്ലാം കമ്പയർ ചെയ്തിട്ട് നമ്മൾ ഇന്റർപൊളേഷൻസ് ഒക്കെ എടുത്തു കളഞ്ഞിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ്. ആൻഡ് ദാറ്റ്സ് കൺസിഡേർഡ് ടു ബി സംവാട്ട് true text of Mahabharata. ഇനി മറ്റേ വേറെ കഥ പറഞ്ഞ ഇയാളുടെ നല്ലതാന്ന് കേട്ടില്ല, കിസരി മോഹൻ ഗാംഗുലിയുടെ. കേസരി മോഹൻ ഗാംഗുലിയുടെ ഈസ് ദ വൺ ഓഫ് ദ ഫസ്റ്റ് ഫുൾ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഓഫ് ദ മഹാഭാരത്. നമുക്ക് ക്രിട്ടിക്കൽ എഡിഷൻ പോലും വിവേക് ദബ്രോയ് വരുന്നതിന് മുന്നേ വി ഡിഡ്ന്റ് ഹാവ് എൻ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ. ഇറ്റ് വാസ് അവൈലബിൾ ഓൺ ഇന്റർനെറ്റ്. നമുക്ക് പക്ഷെ ഇറ്റ് വാസ് സാൻസ്ക്രിറ്റ് വേർഷൻ. നമുക്ക് വായിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ആ സമയത്ത് ഗാംഗുലിയുടെ വേർഷൻസും പിന്നെ ദത്ത് എന്ന് പറഞ്ഞ ആളുടെ വേർഷനും അതൊക്കെ അല്ലായിരുന്നു ഫുള്ളി ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻസ്. ബിക്കോസ് ഇത് ലോകത്തിലെ ഏറ്റവും വലിയ കവിതയാണ്. ഈലിയുടെ ഒഡീസിയും കൂടെ ഇട്ടാലും അതിന്റെ 10 പോലും വരുന്നില്ല. മഹാഭാരതത്തിന്റെ 10 പോലും വരുന്നില്ല. സോ പീപ്പിൾ ഫോർഗെറ്റ് ദാറ്റ് സ്കെയിൽ. ഓക്കെ, വലിച്ചു കിട്ടുക പെട്ടെന്ന് കാര്യത്തിലോട്ട് വരാം. ഈ ചില വേർഷൻസ് കുറച്ചും കൂടെ പോപ്പുലർ ആവും. അത് ചിലപ്പം റീസൺസ് ചിലപ്പം ടോട്ടലി കോയിൻസിഡന്റൽ ആയിരിക്കും. വൺ ഇൻസ്റ്റൻസ്, ഇപ്പം കൽക്കട്ട സെക്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു എഡിഷൻ ഉണ്ട്. അതാണെന്ന് തോന്നുന്നു ഗീതാ പ്രസ്. ഗീതാ പ്രസ് വലിയൊരു പബ്ലിഷറാണ് വടക്കേ ഇന്ത്യയിൽ. ഹിന്ദിയിലൊക്കെ ഒരു പബ്ലിഷ് ചെയ്യുന്ന ആൾക്കാരാണ്. മിക്ക ഹിന്ദി സ്പീക്കിംഗ് സ്റ്റേറ്റ്സിലും മഹാഭാരതം ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി എ ഗീതാ പ്രസ് വേർഷൻ. If they pick a version out of this 1,200 manuscripts, right, and other ഒരു population print ചെയ്യുകയാണെങ്കിൽ that becomes the gospel truth. ചിലപ്പോൾ അവർ പ്രിന്റ് ചെയ്യുന്ന വേർഷനിൽ ചിലപ്പം അതിലൊരു could be a totally most interpolated മഹാഭാരത out there. പക്ഷെ അത് പോപ്പുലർ ആവും. പിന്നെ ഒരു കാര്യമുണ്ട്. നമ്മൾ സ്റ്റോറി പറയുമ്പോൾ ഉണ്ടല്ലോ, ചില കഥകൾ നമ്മൾ അങ്ങ് ചില ക്യാരക്ടേഴ്സിന്റെ ആർക്കിടൈപ്പിലേക്ക് പോകും. ഇപ്പം മഹാഭാരതം വായിക്കും, നമുക്ക് കർണൻ ഒരു അണ്ടർഡോഗ് ആണെങ്കിൽ ആ അണ്ടർഡോഗ് പൊസിഷൻ കുറച്ചും കൂടെ ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടി കൂടുതൽ സ്റ്റോറീസ് നമ്മൾ ആഡ് ചെയ്യും. പുള്ളിക്ക് ബ്രാഹ്മണ ശാപം കിട്ടുമോ, പരശുരാമൻ ശാപം കിട്ടുമോ, ഒക്കെ അങ്ങ് ചേർക്കും. ബിക്കോസ് when we tell stories, we are always trying to say personal truths or something, right? ഇപ്പം സൂതൻ എന്ന് പറയുമ്പോൾ ഹിസ്റ്റോറിക്കലി ഹീസ് നോട്ട് എ ശൂദ്ര കാസ്റ്റ് ഓർ അവർണ കാസ്റ്റ് ഓർ എനിത്തിങ്. സൂതൻ എന്ന് പറയുന്നത് ബേസിക്കലി ഹാഫ് ക്ഷത്രിയാണ്. മനുസ്മൃതിയില് ബ്രാഹ്മണന് ക്ഷത്രിയ സ്ത്രീയിൽ ഉണ്ടാകുന്ന കുട്ടിയാണ് സൂതൻ. മനുസ്മൃതിയിലെ ഡെഫിനിഷൻ ആയിരിക്കില്ല മഹാഭാരത കാലഘട്ടത്തിലെ ഡെഫിനേഷൻ, അത് വേറെ. ബട്ട് ഇറ്റ്സ് എ ഹാഫ് ക്ഷത്രിയ. They have certain rights. They are part of the royal family. Only thing is they can't be part of a succession. They cannot rule. They cannot rule. പക്ഷെ റൂൾ ചെയ്തിട്ടുള്ള സൂതരാജാക്കന്മാരും ഉണ്ട് മഹാഭാരതത്തിൽ തന്നെ. സോ ശല്യര് ഈ ശല്യരാണോ? എനിക്ക് ഓർമ്മയില്ല, എനിക്കറിയില്ല. ശല്യര് ഒരു നല്ല തേരോട്ടക്കാരനായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ അല്ല, പുള്ളി സൂതനല്ല. രാജാവാണ്. പുള്ളി സഹദേവന്റെ മാതിരിയുടെ ചേട്ടനല്ലേ? പിന്നെ ഉത്തരയുടെ ഒക്കെ ഫാദർ ഇല്ലേ, വിരാടൻ. വിരാട രാജാവ്. അപ്പൊ പുള്ളിയുടെ അളിയനും ഭാര്യയൊക്കെ സൂതവംശമാണ്. മറ്റേ ഇയാള് കീചകൻ. കീചകൻ, അതെ. സുദേശനെയും കീചകനും. സോ ഡയറക്ട്ലി പവർ ഇല്ലെന്നേ ഉള്ളൂ. ബട്ട് കീചകൻ ഈസ് എ വെരി പവർഫുൾ പേഴ്സൺ. കീചകൻ കിങ് മേക്കർ ആണ്. both ways.
വിരാടന്റെ പവർ മുഴുവനും പോയത് ഇങ്ങനെ കീചകൻ ചത്തപ്പോഴാണ്. സോ എനിവേ ഇൻ ദിസ് സ്റ്റോറി ഈ ദ്രൗപദി കർണന്റെ കാസ്റ്റ് പറഞ്ഞിട്ട് മത്സരത്തിൽ പങ്കെടുപ്പിക്കാതിരിക്കുന്ന അത് ഒരു സ്റ്റോറി മാത്രമാണ്. ഇറ്റ്സ് പ്രോബബ്ലി ഫൗണ്ട് ഇൻ ലെസ് ദാൻ 5% ഓഫ് ദ മാനുസ്ക്രിപ്റ്റ്സ്. മിക്ക കഥകളിലും കർണൻ പങ്കെടുത്തിട്ട് തോറ്റു തോറ്റാണ്. പോകുന്നതാണ്, ഉം. ദയനീയമായിട്ട് പരാജയപ്പെടുന്നതാണ്. കർണൻ വലിയ വില്ലാളി വീരനൊന്നുമല്ല. പുള്ളി പലവട്ടം അർജുനോടും തോറ്റിട്ടുള്ളതാണ്, ഭീമനോടും തോറ്റിട്ടുള്ളതാണ്. കുറച്ച് വാചകോടി കൂടുതലാണ്. പുള്ളി എപ്പോഴും പറയുന്നുണ്ട് എന്റെ വില്ലെന്ന് പറയുന്നത് വിജയ വില്ലാണ്. പക്ഷെ മഹാഭാരതത്തിൽ തന്നെ പറയുന്നുണ്ട് ഈ വിജയ എന്ന് പറഞ്ഞ വില്ല് ആക്ച്വലി രുക്മിയുടെ കയ്യിലാണ്. അപ്പൊ പുള്ളിയുടെ കയ്യിലുള്ള വില്ല് ഔട്ട്റൈറ്റ് ഹീസ് ലൈങ് ഓർ ഇറ്റ്സ് എ ഡിഫറെന്റ് വിജയ വിൽ. അപ്പോ അതുപോലെ തന്നെ ഈ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ചില കാര്യങ്ങൾ നമ്മളൊരു ആർക്കിടൈപ്പിലേക്ക് പോകും ക്യാരക്ടേഴ്സിന്. ഈ ആ കാലത്തിലൊരു ഉള്ളൊരു മിസോജിനിസ്റ്റിക് കൾച്ചറിന്റെ ഭാഗമാണ് ലൈക്ക് ദ്രൗപദിയെ കൊണ്ട് ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ. ഒരു കുടിലയായ സ്ത്രീ, നമ്മൾ കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന സ്ത്രീ എന്നുള്ള ഒരു ആർക്കിടൈപ്പിലോട്ട് പാവത്തിനെ ഇടിച്ചു കയറ്റിവിടുന്നത്. ദ്രൗപദി ഒരിക്കലും ദുര്യോധനൻ വെള്ളത്തിൽ വീണപ്പം അന്താക്ക പുത്ര അന്താന്ന് പറഞ്ഞിട്ടില്ല. അത് കംപ്ലീറ്റ്ലി നോർത്ത് ഇന്ത്യൻ ഫോക്ലോറാണ്. ചിരിച്ചത് പാണ്ഡവരായിരുന്നു യുധിഷ്ഠിരനെ ഒഴിച്ച്. ഈ മറ്റേ കർണനെ ഭീമനെ ഈ കർണനെ കളിയാക്കിയ ഒരു സംഭവമില്ലേ, കർണനെ കളിയാക്കുന്നുണ്ട്. അതായത് ഏതോ ഒരു മറ്റേ രാമാനന്ദ സാഗറിന്റെ ഇതിനകത്ത് കാണിക്കുന്നത് കർണൻ വില്ലെടുക്കാൻ ചെല്ലുമ്പോൾ പുള്ളിക്കാരി ഞാൻ സൂതപുത്രനിൽ ഞാൻ സൂതപുത്രനെ പുള്ളിക്കാരി എന്തോ പറയും, അത് പറ്റില്ല എന്ന് പറയും. അപ്പോൾ പുള്ളി ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോവും. മഹാഭാരത് കഥ എന്ന് പറഞ്ഞിട്ടൊരു സാധനം വന്നിരുന്നു DD മെട്രോയിൽ, പിന്നെ ഒരു ഇത് വന്നിരുന്നു. അതിനകത്ത് ഇവൻ അകത്തേക്ക് കയറുമ്പോൾ, അതായത് പുള്ളി വരുമ്പോൾ ഇവരിങ്ങനെ മട്ടുപ്പാവിൽ നിൽക്കുന്നുണ്ട് ആരൊക്കെയാണ് വരുന്നതെന്ന് കാണാൻ വേണ്ടിയിട്ട്, ഏതൊക്കെ രാജാക്കന്മാരാണെന്നിങ്ങനെ. അപ്പോൾ തോഴിമാരിങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവൻ കർണൻ കയറി വരുമ്പോൾ ഇവരെന്തോ പറഞ്ഞ് കളിയാക്കിച്ചിരിക്കും. അപ്പോൾ അത് കണ്ട് ദേഷ്യപ്പെട്ട് കർണൻ ഇറങ്ങി പോകുന്ന അങ്ങനെ ഒരു ഇത് കാണിക്കുന്നുണ്ട്. വേറെ ഏതോ ഒരെണ്ണത്തിൽ ദുര്യോധനന്റെ പകരം ഈ ഇവരെ മയനുണ്ടാക്കിയ കൊട്ടാരത്തിൽ വീഴുന്നത്, ഇന്ദ്രപ്രസ്ഥത്തിൽ വെള്ളത്തിൽ വീഴുന്നത് കർണനാണെന്ന് പറഞ്ഞിട്ട് അതൊരു വേർഷൻ ഉണ്ട്. കർണൻ വീഴൂന്നല്ല, കർണൻ വസ്ത്രം പൊക്കി പിടിച്ച് ഓക്കെ നടക്കാൻ നോക്കി ആ വെള്ളത്തിൽ കൂടെ. അപ്പൊ അത് വെള്ളം അല്ലായിരുന്നു, അങ്ങനെ അപമാനിതനായി എന്നാണ്. അപ്പം ഈ കർണനെ ഇങ്ങനെ ഗ്ലോറിഫൈ ചെയ്യുന്നതും ദ്രൗപദിയെ ഇടിച്ചു താഴ്ത്തുന്ന കുറെ സ്റ്റോറീസ് ഉണ്ട്. ഞാനത് ഫാൻ ഫിക്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ബാക്കി ഇപ്പൊ ഇറങ്ങി വരുന്ന സീരിയലും നോവലും ഒക്കെ കാണുമ്പോൾ എനിക്ക് ഫാൻ ഫിക്ഷൻ ആയിട്ട് തോന്നുന്നു. ഇറ്റ് ഗെറ്റ്സ് ഈവൻ മോർ ഡിസ്റ്റോർട്ടഡ്. ആ കാര്യത്തിനാണ് എനിക്ക് രണ്ടാം മൂഴത്തിലുള്ള ഒരു ഭയങ്കര ബഹുമാനമുള്ളത്. ഹി വെന്റ് ടു ദ ഒറിജിനൽ സോഴ്സ് മെറ്റീരിയൽ ആൻഡ് പുള്ളിയുടെ രണ്ടാം മൂഴത്തിലുള്ള സ്റ്റോറീസ് പലപ്പോഴും ആക്ച്വലി ഒറിജിനൽ മഹാഭാരതത്തിലുള്ള സ്റ്റോറീസ് ആണ്. കടൽകൃജൻ മരിക്കുമ്പോ കൃഷ്ണൻ ആഘോഷിക്കുന്നത് അതൊക്കെ ആക്ച്വൽ മഹാഭാരതത്തിലുള്ളതാണ്. പക്ഷെ നമ്മൾ സീരിയലിലും സിനിമയിലും അമർചിത്രകഥയിലൊന്നും അത് കാണില്ല. ദ്രൗപദിക്ക് കർണനോട് ഒരു സ്നേഹവോ ഒരു ഫോർബിഡൻ ലവോ ഒന്നുമില്ല. ഷീ വാസ് വെരി ഡിവോട്ടഡ് ടു ഹർ ഹസ്ബൻഡ്സ്. മഹാഭാരതം വായിക്കുമ്പോൾ നമുക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഹസ്ബൻഡ്സ് പറയരുത്, അർജുനോടൊരു ഭാഷയായിട്ട് ഉണ്ടായിരുന്നു. അർജുനോടൊരു മമതയുണ്ട്, എന്തായാലും കൂടുതൽ മമതയുണ്ട്. അത് ലാസ്റ്റ് പുള്ളിക്കാരി മരിക്കാൻ നേരം അതൊരു പാപമായിട്ട് പറയുന്നുണ്ട്. എനിക്കത് പാപമായിട്ട് തോന്നുന്നില്ല, കാരണം ഹി വോണ്ട് സ്വയംവരം. എവിടെയോ വായിച്ചിട്ടുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ 5 പേര് ഉള്ളതില് 5 പേരോട് 5 റിലേഷൻഷിപ്പാണ്. യുധിഷ്ഠിരനോട് ഒരു അച്ഛനോടുള്ളതുപോലെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു മുതിർന്ന ആളോടുള്ള ഒരു റെസ്പെക്ട് ആണ്. ഭീമനോട് ലസ്റ്റ്, അർജുനനോട് ശരിക്കുള്ള യഥാർത്ഥ സ്നേഹം അല്ലെങ്കിൽ പ്രണയം, നകുലനോടും സഹദേവനോടും വാത്സല്യം, മക്കളോടുള്ള പോലെ. അതും കേട്ടിട്ടുണ്ട്. എനിക്ക് ഭീമന്റെ അർജുനന്റെ റിലേഷൻഷിപ്സ് ഞാൻ ഇങ്ങനെ എപ്പോഴും ആലോചിക്കും. ഭീമൻ ഈസ് ദ വൺ ഹു ഡസ് സ്റ്റഫ് ഫോർ ദ്രൗപദി. കീചകനെ കൊല്ലാനും കല്യാണ സൗന്ദര്യം കണ്ടെത്താൻ പോകുന്നതും. ഇമോഷണലി അവൈലബിൾ ഭീമനായിരുന്നു. അർജുനൻ ഇച്ചിരി കൂടെ ഹാർഡ് ടു ഗെറ്റ് ആയിരുന്നു. അർജുനൻ ഹി വിൽ ഗോ അറൗണ്ട്
ഉലുവിയെ കെട്ടും, ചിത്ര ചിത്ര ചിത്രാംഗത. ചിത്രാംഗതയെ കെട്ടും, ചിത്രാംഗത. സുഭദ്ര. അങ്ങനെ 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 സുഭദ്രയെ കെട്ടും, അങ്ങനെ അങ്ങനെ പോകും. സോ അവിടെ എന്തോ ദ്രൗപദിക്ക് ഔട്ട് ഗോയിങ് മാത്രമേ ഉള്ളൂ, ഇൻകമിങ് ഒന്നും കാര്യമായിട്ട് കിട്ടുന്നില്ല എന്നൊരു ഫീലിംഗ് വരും. ഒരു വൺ വേ ട്രാഫിക് ആണ്, ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് ആണ്. സോ ബേസിക്കലി ദ്രൗപദിയെ അങ്ങനെ ചിത്രീകരിക്കുന്ന ഒരു ആർക്കിടൈപ്പിലേക്ക് ഒരു മിസോജിനിസ്റ്റിക് ആയിട്ടുള്ള ഒരു സൊസൈറ്റി പുഷ് ചെയ്യുന്ന കുറെ സ്റ്റീരിയോ ടൈപ്സ് ആണ്. അങ്ങനെയാണ് കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന സ്ത്രീ എന്ന് പറഞ്ഞ് അതാണ്. സോ ഷീ നെവർ മേഡ് ഫൺ ഓഫ് ദുര്യോധൻ. ഷീ ഈസ് എ പൊളൈറ്റ് പേഴ്സൺ. ഈ ദുശാസനന്റെ രക്തം കിട്ടിയില്ലെങ്കിൽ ഞാൻ തലമുടി കെട്ടില്ല എന്ന് പറയുന്നത് അതും ഫോക്ലോറാണ്. അങ്ങനെ സ്റ്റോറി ഇല്ല. അതൊക്കെ ഭീമന്റെ ശബ്ദങ്ങളാണ്. ഷീ ഡസ് നോട്ട് ഇൻസ്റ്റിഗേറ്റ് ദ വാർ അറ്റ് ഓൾ. വാറിന് അവള് ജനിക്കുന്നത് വാറിന് ഒരു കാരണമാകുന്നുണ്ട്, പക്ഷെ ഷീ ഡസന്റ് ടേക്ക് എനി കോൺഷ്യസ് ഡിസിഷൻ. ഷീ ഓൾസോ വാണ്ട്സ് പീസ്. ഇങ്ങനെ ഞാൻ കണക്കാക്കുന്നുള്ളൂ. സോ എനിക്ക് ഇങ്ങനെ പാലസ് ഓഫ് ഇല്യൂഷൻസും അങ്ങനത്തെ കഥയൊക്കെ വരുമ്പോ ചെറുതായിട്ട് ഇങ്ങനെ ചൊറിഞ്ഞു വരും. ടു മച്ച് ഫാൻ ഫിക്ഷൻ ഓഫ് ഫാൻ ഫിക്ഷൻ. ചില ഞാൻ റീൽസ് ഒക്കെ കാണുമ്പോൾ കാണും ചില അലമ്പ സീരിയലൊക്കെ വന്നിട്ടുണ്ട് കാരണം ദ്രൗപദിയുടെ ഒക്കെ സ്റ്റോറി. സോ ഓക്കെ, എൻഡ് ഓഫ് റാൻഡ്. ഞാൻ നിർത്താം. അപ്പൊ അടുത്ത റൊമാൻറ്റിക് റിലേഷൻഷിപ്പിലോട്ട് പോവാം. ഇപ്പൊ റീസെന്റ് അതിന്റെ മൂവി ഇറങ്ങിയത് കൊണ്ട് ഐ തോട്ട് ഓഫ് ഇറ്റ്. ഹീത്ക്ലിഫ് ആൻഡ് കാത്രിൻ, നമ്മുടെ വുതറിംഗ് ഹൈറ്റ്സിന്റെ. ഐ മീൻ വുതറിംഗ് ഹൈറ്റ്സ് മൂവിയുടെ ട്രെയിലർ കണ്ടപ്പോൾ മനസ്സിലായത് 50 ഷെയ്ഡ്സ് ഓഫ് ഹീത്ക്ലിഫ് അങ്ങനെയാണ് എടുത്തിരിക്കുന്നത്, മുഴുവൻ തുണ്ടാണ് എന്നാണ് എനിക്ക് തോന്നിയത്. ബേസിക്കലി അവരുടെ റിലേഷൻഷിപ്പ് സീംഡ് ഹെവിലി യുനോ ഓൺ ഹെവിലി ഫിസിക്കൽ ആണ് എന്ന് തോന്നി ആ ഇതിന്ന്. പക്ഷെ ആക്ച്വൽ ബുക്കിൽ ഇത് വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ദേ നെവർ കൺസ്യൂമേറ്റ് ദെയർ റിലേഷൻഷിപ്പ്. ഇത് വായിച്ചിട്ടുള്ളവർക്ക് അറിയാം. ഫൈനലി ഈവൻ വെൻ കാത്രിൻ ഡൈസ്, ദാറ്റ്സ് വെൻ ഹി ഹോൾഡ്സ് ഹെർ ഫോർ ദ ഫസ്റ്റ് ടൈം. അവരൊന്ന് ഹഗ് ചെയ്യുന്നത് കാത്രിൻ അവന്റെ കൈ കിടന്ന് മരിക്കുമ്പോഴാണ്. അപ്പം till that point there was absolutely nothing physical with them. They never had the opportunity, you can say. അല്ലെങ്കിൽ they were more innocent when അവർ ഒരുമിച്ചായിരുന്നപ്പോൾ അവരുടെ റിലേഷൻഷിപ്പ് കുറെ കൂടെ ഇന്നസെന്റ് ആയിരുന്നു. they were more into rebellion rather than having a love affair എന്ന് വേണേ പറയാം. I mean they rebelled together against മറ്റേ ഹിൻലിക്കെതിരെ റിബൽ ചെയ്തതും ഒക്കെ അവർ ഒരുമിച്ചായിരുന്നു. അച്ഛനുണ്ടായിരുന്നപ്പോ, മറ്റേ കാത്രിന്റെ അച്ഛനുണ്ടായിരുന്നപ്പോ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഐ മീൻ ഹി വാസ് എ ഗുഡ് ഗൈ, മക്കളെ നല്ലപോലെ നോക്കിയിരുന്നു. അയാൾ മരിച്ചു കഴിഞ്ഞപ്പോ ഹി ബിക്കംസ് ദി ഹെഡ് ഓഫ് ദ ഫാമിലി. ഇപ്പൊ പുള്ളി ഹീത്ക്ലിഫിനെ ഇൽ ട്രീറ്റ് ചെയ്യാനൊക്കെ തുടങ്ങിയപ്പോ ഹീത്ക്ലിഫ് സ്റ്റാർട്ടഡ് റിബെല്ലിംഗ്, കാത്തി സ്റ്റാർട്ടഡ് റിബെല്ലിംഗ്, ദേ സ്റ്റാർട്ടഡ് റിബെല്ലിംഗ് ടുഗെദർ. അങ്ങനെ ഒരുമിച്ച് റിബെൽ ചെയ്ത് ആ കമ്പാട്രിയേറ്റ് റിലേഷൻഷിപ്പാണ് ആ സമയത്ത്. പിന്നെ അവർ തമ്മിൽ ഒരു ഇമോഷണൽ ബോണ്ട് ഉണ്ട്. ദെൻ ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ രണ്ടുപേരും രണ്ടു വഴിക്ക് പോകുന്നു. ആസ് എൻ ഹീത്ക്ലിഫ് ഗോസ് അവേ, പുള്ളിക്കാരത്ത് കെട്ടുന്നു. ദെൻ ഹി കംസ് ബാക്ക്, ഹി റിയലൈസസ് ഹി വാസ് ടു ലേറ്റ്. പക്ഷെ ഒരിക്കലും ദർ വാസ് നെവർ എ ഫിസിക്കൽ റിലേഷൻഷിപ്പ്. ഞാൻ സിനിമ കണ്ടിട്ടില്ല വുതറിംഗ് ഹൈറ്റ്സ്, ബട്ട് വെൻ ഐ സോ ദ ട്രെയിലർ ഇറ്റ് ലുക്ക്ഡ് ലൈക്ക് it was sexually charged. സിനിമയും മൂവിയും ഒന്നും കണ്ടിട്ടില്ല, വായിച്ചിട്ടില്ല. പക്ഷെ കുറെ മീംസും ട്രോൾസും നടക്കുന്നത് കണ്ടു. എന്താ ഇഷ്യൂ എന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. ഞാനൊരു ജിസ്റ്റ് തരാം. എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ഇംഗ്ലണ്ടിലെ മൂവർസിൽ ഉള്ള ഒരു വീടായിരുന്നു ഈ വുതറിംഗ് ഹൈറ്റ്സ് എന്ന് പറയുന്നത്. അവിടെ ഒരു ഭയങ്കര നല്ല മനുഷ്യനുണ്ട്. അയാൾക്ക് 2 മക്കളുണ്ട്, കാത്രിനും ഹിൻലിയും. പിന്നെ എനിക്കൊന്ന് ഭാര്യയില്ല എന്ന് തോന്നുന്നു, ഭാര്യയില്ലായിരുന്നു. ഒരു വേലക്കാരനുണ്ട്, ഒരു മെയ്ഡും ഉണ്ട്. ഇവരെല്ലാവരും കൂടിയാണ് താമസിക്കുന്നത്. ഒരു ദിവസം ഈ അച്ഛൻ എവിടെയോ കറങ്ങാൻ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഒരു പയ്യനെ കൊണ്ടുവരും. ഹി ഹാസ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ഫീച്ചേഴ്സ്. ജിപ്സി ഫീച്ചേഴ്സ് ആണ്, കറുത്ത മുടിയാണ്,
ഒട്ടും കൾച്ചേർഡ് ഒന്നുമല്ല. എവിടുന്ന് കിട്ടി എന്ത് കിട്ടിയെന്ന് ചോദിച്ചാൽ അങ്ങനെ ഉത്തരം പറയുന്നില്ല. അപ്പം തിയറീസ് ഉണ്ട്, അയാളുടെ മോനായിരിക്കാം, ഇല്ലിസിറ്റ് സൺ ആയിരിക്കാം എന്നൊക്കെ തിയറീസ് ഉണ്ട്. അപ്പം ഇവനെ ഈ ഹൗസ് ഹോൾഡിൽ കൊണ്ടുവരുന്നു. അപ്പം കാത്തിയും ഇവനും ഭയങ്കര ബോണ്ട് ചെയ്യും. പിള്ളേരാണല്ലോ, കൊച്ചു പിള്ളേർ, അവർ ഭയങ്കരമായിട്ട് ബോണ്ട് ചെയ്യും. ഒരു ദിവസം പെട്ടെന്ന് അച്ഛൻ മരിച്ചു പോകും. അച്ഛൻ മരിക്കുമ്പം ഈ അച്ഛന് മൂത്ത മോനെ വലിയ പത്യം പോരായിരുന്നു. മൂത്ത മോൻ ഹിൻലി ആക്ച്വലി ആ വീടിന്റെ ഓണറൊക്കെയാണ്. അപ്പോൾ ഹിൻലിക്ക് ഹീത്ത് ക്ലിഫിനെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. അപ്പോൾ ഹിൻലി അവനെ പതുക്കെ ഒരു വേലക്കാരനാക്കി ട്രീറ്റ് ചെയ്ത് ഒരു ലെവലാക്കി ഒരു മൂലക്കിടും. സോറി, ഹീത്ത് ക്ലിഫിന് കാത്തറിനെ ഇഷ്ടമാണ്, കാത്തറിന് ഹീത്ത് ക്ലിഫിന് ഇഷ്ടമാണ്. ബട്ട് അറ്റ് സം പോയിന്റ് കാത്തറിൻ സ്റ്റാർട്ട്സ് റിയലൈസിങ് ദാറ്റ് ദർ ഇസ് നോ ഫ്യൂച്ചർ വിത്ത് ഹീത്ത് ക്ലിഫ്. അപ്പൊ അവള് പതുക്കെ ഒരു നെയ്ബർഹുഡിൽ ഒരു പയ്യനുണ്ട്, കുറച്ചപ്പുറത്താണ്, അവനുമായിട്ട് അവർ തമ്മിൽ മിക്സ് ചെയ്യുന്നു, അവർ തമ്മിൽ ഇഷ്ടത്തിലാവുന്നു. അപ്പം ഇവള് പറയുന്നത് അവന്റെ കാശ് കൊണ്ട് എനിക്ക് ഹീത്ത് ക്ലിഫിനെ എവിടെയെങ്കിലും എത്തിക്കാം എന്നാണ് ഇവളുടെ ലോജിക്ക്. പക്ഷെ ഹീത്ത് ക്ലിഫ് അതൊരിക്കലും മനസ്സിലാക്കുന്നില്ല. ഇവള് ഒരു ദിവസം പറയും, എന്താണ്, ഇറ്റ് വുഡ് ഡിഗ്രേഡ് മീ ആൻഡ് ഹീത്ത് ക്ലിഫ് ടു മാരി ഹിം എന്നോ അങ്ങനെ എന്തോ പറയാം. അത് കേട്ടിട്ട് ഹീത്ത് ക്ലിഫിന് ഇഷ്ടപ്പെടത്തില്ല, അവൻ ഇറങ്ങിപ്പോവും. ഹീത്ത് ക്ലിഫ് ഇറങ്ങി പോയി കഴിഞ്ഞിട്ട് ഇവളുടെ കല്യാണം കഴിഞ്ഞു, മറ്റവന്റെ കൂടെ താമസിക്കാൻ തുടങ്ങും. കുറച്ച് കഴിഞ്ഞിട്ട് ഹീത്ത് ക്ലിഫ് തിരിച്ചു വരികയാണ്. ഹീത്ത് ക്ലിഫ് തിരിച്ചു വന്നിട്ട് അപ്പോഴേക്കും മറ്റേ ഹിൻലിക്ക് കാശൊന്നുമില്ല, എസ്റ്റേറ്റ് വുതറിംഗ് ഹൈറ്റ്സ് ഇങ്ങനെ ഡിഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹീത്ത് ക്ലിഫിന് എവിടുന്നോ കുറെ കാശൊക്കെ കിട്ടിയിട്ടുണ്ട്. ഹീത്ത് ക്ലിഫ് പതുക്കെ വന്ന് ഹിൻലിക്ക് കള്ള് വാങ്ങിച്ചു കൊടുത്ത് ആ വീട്ടില് അധികാരം സ്ഥാപിച്ചിട്ട് പിന്നെ ഹിൻലി അവൻ റൊട്ടിയാക്കും. ഹിൻലി ഒരുപാട് ദ്രോഹിക്കും. അവസാനം ഹിൻലി കുടിച്ച് ചാവും. ഹിൻലിയുടെ മോനുണ്ട്. ആ മോനെ ഹിൻലി ഹീത്ത് ക്ലിഫിനെ ട്രീറ്റ് ചെയ്ത പോലെ ഹീത്ത് ക്ലിഫ് ഹിൻലിയുടെ മോനെ ട്രീറ്റ് ചെയ്യും. അവനെ വേലക്കാരനായിട്ട് വെക്കും. എന്നിട്ട് ഹീസ് ട്രൈങ് ടു ടേക്ക് റിവെഞ്ച്. അറ്റ് ദ സെയിം ടൈം ഇവന് കാത്തറിൻ അപ്പുറത്തുണ്ട്, വേറൊരുത്തന്റെ ഭാര്യയാണ്. ഹീ ട്രൈസ് ടു ബാർജ് ഇൻ ടു ദെയർ ലൈഫ്, ട്രൈസ് ടു മേക്ക് ദെയർ ലൈഫ് മിസറബിൾ. അങ്ങനെ ഒരു ഇറ്റ്സ് എ ടോക്സിക് റിലേഷൻഷിപ്പ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹീത്ത് ക്ലിഫ് ഇസ് എൻ എക്സ്ട്രീംലി ടോക്സിക് പേഴ്സൺ. ആൻഡ് towards the end he starts realizing that it is all pointless. ട്രാജഡി ആവല്ലോ. മുട്ടൻ ട്രാജഡിയാണ് കംപ്ലീറ്റ് സങ്കടം അതില്. പക്ഷെ ഇവര് തമ്മിലുള്ള ഇമോഷണൽ ബോണ്ട് ഭയങ്കര കിടലമാണ്. ഈ കഥ മുഴുവൻ പറയുന്നത് ഈ ഹീത്ത് ക്ലിഫിന്റെ ടെനന്റ് ആയിട്ട് ഒരാൾ വന്ന് താമസിക്കുന്നുണ്ട്. അയാൾ ഇവരുടെ കയ്യിൽ നിന്നൊക്കെ കളക്ട് ചെയ്ത് ഇൻഫർമേഷൻ ക്രോണിക്കിൾ ചെയ്യുന്നതാണ് കഥ. അപ്പം ഇയാള് ഈ ടെനന്റ് ഒരു ദിവസം ഹീത്ത് ക്ലിഫിന്റെ വീട്ടിൽ വന്ന് താമസിക്കും. വേറെ വഴിയില്ലാണ്ട്, സ്നോ ഒക്കെ ആയതുകൊണ്ട്. ഹീത്ത് ക്ലിഫ് അല്ലെങ്കിൽ സമ്മതിക്കില്ല, സ്നോ ഉള്ളതുകൊണ്ട് അയാളെ നിൽക്കാൻ സമ്മതിക്കും. അയാള് ഇങ്ങനെ രാത്രി കിടന്നുറങ്ങുമ്പം ഇയാള് സ്വപ്നം കാണുകയാണ്, ജനലിങ്ങനെ തുറന്നടയുകയാണ്. അപ്പൊ ഇയാൾ അടയ്ക്കാനായിട്ട് കൈ പുറത്തോട്ട് ഇട്ടപ്പോൾ അവളുടെ കൈ ഒരു പെണ്ണ് കയറി പിടിക്കും. എന്നിട്ട് ഇയാൾ ചോദിക്കും, ഹൂ ആർ യു എന്ന് ചോദിക്കും. പറയും, ഐ എം കാത്തറിൻ എന്ന് പറയും. അപ്പൊ ആ കാത്തറിൻ ആരാന്നൊന്നും ഇവന് അറിയത്തില്ല. എവിടെയോ പേര് കോറി ഇട്ടിട്ടുണ്ടായിരുന്നു ഏതോ ഫർണിച്ചറിൽ, അത് മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പൊ ഐ എം കാത്തറിൻ എന്ന് പറയുമ്പം ഇവൻ ഞെട്ടി ഉണരുകയോ ഒച്ചയെടുക്കുകയൊക്കെ ചെയ്യും. അപ്പം എല്ലാവരും ഓടി വരും. അപ്പം എന്താന്ന് ചോദിക്കുമ്പോൾ പറയും, ഒരു കാത്തറിൻ പുറത്തുനിന്ന് മുട്ടി വിളിക്കുന്നുണ്ടായിരുന്നു എന്ന് പറയും. ഇപ്പൊ ഹീത്ത് ക്ലിഫ് ഇവനെ ചീത്ത വിളിച്ചോടിക്കും. ഈ മുറിയിൽ കയറാനേ പാടില്ല എന്ന് പറഞ്ഞാൽ അവനെ ചീത്ത വിളിച്ചോടിക്കും. എന്നിട്ട് ഈ ജനല് തുറന്നിട്ട് ഹീത്ത് ക്ലിഫ് പുറത്തോട്ട് വിളിക്കുകയാണ്, കാത്തി കം ബാക്ക് ടു മീ എന്ന് പറഞ്ഞിട്ട്. കാത്തി ചത്തിട്ട് കുറച്ച് കൊല്ലമായി. അപ്പോ ഭയങ്കര ഇന്റൻസ് റിലേഷൻഷിപ്പാണ് അവർ തമ്മിൽ. ബട്ട് ഇറ്റ് ഈസ് അറ്റ് ദ കോസ്റ്റ് ഓഫ് എവറിബഡി എൽസ് ഇൻ ദെയർ യൂണിവേഴ്സ്. ഇറ്റ് ഈസ് എ ലവ് സ്റ്റോറി ദാറ്റ് ഡിസ്ട്രോയ്സ് എവറിബഡി എൽസ്. ഇതിന്റെ ഫസ്റ്റ് പാർട്ടിൽ ടെനന്റ് വുതറിംഗ് ഹൈറ്റ്സിലേക്ക് പോകുന്ന സീക്വൻസ് ഇസ് ബേസിക്കലി നമ്മുടെ ഡ്രാക്കുള കോട്ടയിലേക്ക് പോകുന്ന കഥമാരെയാണ് തുടങ്ങുന്നത്. അതെ, ഈ ഒരു സ്നോ, കാറ്റ്, മഴ, ഇടിമഴ, എന്നിട്ട് ഇങ്ങനെ ഒരു രൂപവും. എനിക്ക് എപ്പോഴും ആ ഫസ്റ്റ് ചാപ്റ്റർ സെറ്റ്സ് ദ മൂഡ് ഫോർ ദ എൻറ്റയർ ബുക്ക്. ഇറ്റ് ഇസ് ഡാർക്ക്, ഇറ്റ്സ് ഡിപ്രസിങ്, വുതറിംഗ് ഹൈറ്റ്സ് ബ്ലീക്ക്. വുതറിംഗ് ഹൈറ്റ്സ് ഒരു മാൻഷൻ എനിക്ക് ഫ്രീ ആയിട്ട് തരാന്ന് പറഞ്ഞാലും നമ്മൾ വേണ്ടാന്ന് പറയും. അത്രയും നെഗറ്റീവ് എനർജി തങ്ങി നിൽക്കുന്ന ഒരു വീടായിട്ടാണ് അത് എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നത്. അതാണ് അതിന്റെ ഏറ്റവും
നമുക്ക് അത് വായിക്കുമ്പോഴേ അറിയാം ഇതിന്ന് ഒന്നും നമുക്ക് there is nothing to take away from it than അതിലൊരു കോഷണറി ടെയിൽ ഇങ്ങനെയൊന്നും ആവരുത് എന്നല്ലാണ്ട് there is no ആർക്കും ഒന്നും നല്ല ഹിൻലിക്കും ഇവരുടെ അച്ഛൻ നേരത്തെ മരിച്ചുകൊണ്ട് അങ്ങേര് വേഗം സ്വർഗം പോയിക്കൊണ്ട് അങ്ങേര് രക്ഷപ്പെട്ടു. പക്ഷെ ഹിൻലി ആണെങ്കിലും ഹിൻലിയുടെ മകൻ എനിക്ക് അതാണ് എനിക്ക് ഏറ്റവും ഹേർട്ടൺ എൻഷോ ഹിൻലിയുടെ മോനാണ് ഹേർട്ടൺ എൻഷോ. ഹേർട്ടൺ എൻഷോയുടെയും കാത്തിയുടെ മോൾക്ക് മാത്രമേ ഉള്ളൂ റിഡംഷൻ. വേറെ ആർക്കും റിഡംഷൻ ഇല്ല. നമുക്ക് പാവം തോന്നും. ഇറ്റ്സ് ഹിസ്റ്ററി റിപ്പീറ്റിംഗ് ഇറ്റ് സെൽഫ് sort of. Even ഈ ടോർച്ചർ ചെയ്യുന്ന someone who's actually been through this should probably never do that to another child. What maybe അതുമല്ല എനിക്കറിഞ്ഞൂടാ. പക്ഷെ എന്നാലും ഹീത്ക്ലിഫിന് ഭയങ്കര അവനെ അങ്ങനെ ട്രീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉള്ളിൽ ഭയങ്കര സ്നേഹമായിരുന്നു ഹെർട്ടൺ എൻഷോയുടെ അടുത്ത്, ഹിൻലിയുടെ മോന്റെ അടുത്ത്. എനിക്കിത് 12ാം ക്ലാസ്സിൽ പഠിക്കാനുണ്ടായിരുന്നു. അപ്പൊ ഇതിലെ ഒരുപാട് കോട്ട്സ് കാണാതെ പഠിക്കണമായിരുന്നു. എനിക്കിപ്പോഴും അതിൽ ഒരുപാട് ലൈൻസ് ഓർമ്മയുണ്ട്. ഒരെണ്ണം പറയുന്നത്, മൈ ലവ് ഫോർ ഹിം ഈസ് ലൈക്ക് ദ ഫോളിയേജ് ഇൻ ദ ട്രീസ്, ഇറ്റ് വിൽ ചേഞ്ച്, ബട്ട് മൈ ലവ് ഫോർ ഹീത്ക്ലിഫ് ഈസ് ലൈക്ക് ദ ബെഡ് റോക്സ് ബിനീത്ത്, ഇറ്റ് വിൽ നെവർ ചേഞ്ച്. പിന്നെ അതുപോലെ ഹീത്ക്ലിഫ് പറയുന്ന ഒരു ലൈൻ ഉണ്ട്, ഐ ഹാവ് നോ പിറ്റി, ഐ ഹാവ് നോ പിറ്റി, ദ മോർ ദ വേംസ് റൈറ്റ് the more I yearn to crush out their entrails. പിന്നെ അങ്ങനെ കുറെ ഭയങ്കര എന്താണ് സ്ട്രോങ് ലൈൻസ് ഉണ്ട്. അതുപോലെ അവസാനം ഹീത്ക്ലിഫ് പറയുന്ന ഒരു ലൈൻ ഉണ്ട്, എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഞാൻ പിടിച്ചടക്കി, എല്ലാവരെയും എൻ്റെ കാൽ കീഴിൽ കൊണ്ടുവന്നു, പക്ഷേ സഡൻലി ഐ ഹാവ് ലോസ്റ്റ് ദ എൻജോയ്മെന്റ് ഇൻ ഓൾ ഓഫ് ദിസ് എന്നുള്ളത്. ലേഖ പറഞ്ഞ പോലെ ഇറ്റ്സ് എ കോഷണറി ട്രെയിൻ. എല്ലാം നേടിയിട്ടും എല്ലാം നഷ്ടപ്പെട്ടവനാണ് ആക്ച്വലി. പിന്നെ ഈ പറഞ്ഞ പോലെ ചൈൽഡ്ഹുഡ് ട്രോമ ചേഞ്ചസ് പീപ്പിൾ. അത് ബേബി ഒരു സൈക്കോളജിക്കൽ ആംഗിൾ നോക്കുകയാണെങ്കിൽ അപ്പൊ മേബി അതൊക്കെ ഹൗ ദാറ്റ് എഫക്ട്സ് ഹ്യൂമൻ ബീയിങ് എന്നുള്ളതാണോ കവി ഉദ്ദേശിച്ചത് നമുക്ക് അറിഞ്ഞൂടാ. പക്ഷെ മേബി അങ്ങനെ സ്റ്റഡീസ് നടത്തിയവർക്ക് അറിയാമായിരിക്കും അതിനെ കുറിച്ച്. ട്രിവിയ ഉണ്ട്, അതായത് ഒരു സംഭവമാണ്, ട്രിവിയ ഉണ്ട്. അതായത് നമ്മുടെ ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഗാർഡിയൻസ് ഓഫ് ദി ഗാലക്സി ഇല്ലേ, അതിനകത്തുള്ള റോക്കറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഹീത്ക്ലിഫ്. ഈ പറഞ്ഞ മറ്റേ ടോർച്ചറൊക്കെ അത്രയും ടോർച്ചർ എൻഡ്യൂർ ചെയ്ത ഒരാളാണ്. അപ്പൊ പുള്ളിക്ക് വേറെ ഇത് ശരിക്കും പറഞ്ഞാൽ സിനിമയെ കാണുന്ന പോലെയല്ല, ആൾക്ക് ഇമോഷൻ ഇല്ല. കോമിക് ബുക്കിൽ പുള്ളി ഭയങ്കര റുത്ത്ലെസ് ആണ്. പുള്ളിക്ക് ആകെ ഒരു ഫീലിങ്സ് വരുന്നത് ഈ ടീമിൻ്റെ കൂടെ ചേരുമ്പോഴാണ്. ഇറ്റ്സ് ആൻ അൺലൈക്ലി ഒരു എന്താ പറയുക, അങ്ങനത്തെ ഒരു ടീമാണ്. എന്താ പറയുക, ഒരു അൺസ്റ്റേബിൾ മിക്സ്ചറിൽ വരുമ്പോഴാണ് പുള്ളിക്ക് അങ്ങനെ ഒരു ഫീലിംഗ് വരുന്നത്. അത്രയും നാൾ ഈസ് ജസ്റ്റ് ഇമോഷൻലെസ്. ഗ്രൂട്ട് ഈസ് ജസ്റ്റ് എ ലെഫ്റ്റനന്റ്, ഒരു ടൂള് മാത്രമാണ് ഗ്രൂട്ട്, പുള്ളിയുടെ ബോഡി ഗാർഡ്. അങ്ങനെയാണ് അത്. മറ്റേ ഇയാളുടെ ഇന്റർവ്യൂ ആയിരുന്നു, പുള്ളിക്ക് സൗണ്ട് കൊടുത്തത് ബ്രാഡ്ലി കൂപ്പർ ആണല്ലോ. ബ്രാഡ്ലി കൂപ്പറുടെ ഇന്റർവ്യൂവിൽ പറയുമായിരുന്നു അങ്ങനെ പുള്ളിയുടെ, എനിക്കറിയാം ജെയിംസ് ഗണ്ണാന്ന് തോന്നുന്നു ആദ്യത്തെ ഡയറക്ടർ. പുള്ളി പറഞ്ഞു കൊടുത്തതാണ് ബേസ്ഡ് ഓൺ ഹീത്ക്ലിഫ്. അപ്പൊ wuthering heights വായിച്ചോളാൻ പറഞ്ഞു. മറ്റേ ഗാർഡിയൻസ് ഓഫ് ദി ഗാലക്സിയിലെ ഹാൻഡ്സ് ഡൗൺ എന്റെ ഫേവറേറ്റ് ക്യാരക്ടർ യോണ്ടു ഡോണ്ടാണ്. മേരി പോപ്പിൻസ്. He may be your father, I am your daddy. wuthering heights കഴിഞ്ഞു. ബ്രോണ്ടെ സിസ്റ്റേഴ്സിന്റെ വല്ല മൂവീസും ലൈക്ക് the relationship between Emily and Charlotte, because again I saw a meme, Charlotte Emily യോട് ചോദിക്കുകയാണ്, you wrote this, and Emily, she is laid back and totally deadpan at yes, എന്താ നിനക്ക് വിശ്വാസമില്ല നിന്റെ സിസ്റ്റർ is capable of any talent, but this book is full of toxic, disgusting people. And Emily is like, yes. ആക്ച്വലി ഒരു മൂവി ഉണ്ട്, ടു വാക്ക് ഇൻവിസിബിൾ എന്ന് പറഞ്ഞിട്ട്. അത് എനിക്ക് തോന്നുന്നത് ബേസ്ഡ് ഓൺ ബ്രോണ്ടെ സിസ്റ്റേഴ്സ് ആണ്, ഷാർലറ്റ് ആൻഡ് എമിലി ആണ്. അപ്പോൾ അത് ഞാൻ എൻ്റെ ആൻ ഹാത്തവേ ആണോന്ന് സംശയമുണ്ട്.
ഞാൻ അതിന്റെ ട്രെയിലർ എന്തോ കണ്ടിരുന്നു. ജസ്റ്റ് ട്രെയിലർ അല്ല, അത് ഈ എക്സ്പ്ലനേഷൻ വീഡിയോസിൽ റാൻഡമായിട്ട് കയറി വന്നൊരു സാധനമാണത്. അപ്പോൾ പിന്നെ ഡ്രാമ ആയതുകൊണ്ട് ഞാൻ എന്തായാലും അതിന്റെ പുറകെ പോയില്ല. ആന്ന് തോന്നുന്നു, നോക്കേണ്ടി വരും. ടു വാക്ക് ഇൻവിസിബിൾ എന്നാണ് മൂവിയുടെ പേര്. ഓക്കെ. ഇവർക്കൊരു ബ്രദർ ഉണ്ടായിരുന്നില്ലേ ഇടയില് ഇവർക്ക് ബ്രോട്ടി സിസ്റ്റേഴ്സിന് ബ്രദർ ഉണ്ട്. ഇവരെല്ലാരും ചെറുപ്പത്തിൽ കൊച്ചായിരിക്കുമ്പോ തന്നെ മരിച്ചുവല്ല, അധികം ബിഫോർ ദി പ്രായമൊന്നും. ടേൺ 30 ഓ മരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഈ ഉത്തരൻ ഹൈറ്റ്സിലും അതുപോലെ തന്നെയാണ്, എല്ലാവരും അത്രയൊക്കെ ഓടുകയുള്ളൂ. 30 അത് കഷ്ടി. ടിബിയോ അങ്ങനെ എന്തോ വന്നിട്ടാണ് എല്ലാരും 3 പേരും മരിക്കുന്നത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയണ ആ കാലാവസ്ഥയിൽ ആണ് ജീവിക്കുന്നതെങ്കിൽ അസുഖം വന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഫുള്ള് തണുപ്പും. There's actually ഒരു സ്പിൻ ഓഫ് മിസ്റ്ററി സീരീസ് ബേസ്ഡ് ഓൺ ആൻഡ് ഇവര് 3 പേരുള്ള ബ്രോണ്ടി സിസ്റ്റേഴ്സ് ഉള്ളത്. ബ്രോണ്ടി സിസ്റ്റേഴ്സ് ഫ്രം 1928 to ഇവരൊക്കെ 34 ഒരാള് മരിക്കുന്നുണ്ട് 1934. They all die. അപ്പം ആ സീരീസ് 3 or 4 ബുക്സ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ പേര് മറന്നു. ഇതൊരു മിസ്റ്ററി സീരീസ് ആണ്. ദീസ് സിസ്റ്റേഴ്സ് ആർ ദ മെയിൻ ക്യാരക്ടേഴ്സ്. അതിൽ ഈ ബ്രദറും that book actually explores the life of Bronte sisters. അച്ഛൻ ഒരു ഇതാണ് വികാരിയൻ അങ്ങനെ എന്തോ അല്ലേ ഇവരുടെ അച്ഛൻ, അങ്ങനെ എന്തോ ആണ്. അപ്പം ദേ ഗ്രൂ അപ്പ് ഇൻ എപ്പോഴും താമസിക്കാനൊക്കെ ഒരു സ്ഥലം ഉണ്ടെങ്കിൽ കൂടി there is a certain level of penury അവരുടെ ലൈഫിൽ. ഇവര് ബുക്ക് ആദ്യത്തെ പബ്ലിഷ് ചെയ്യാൻ നോക്കുമ്പോൾ ഇവര് ആണുങ്ങളുടെ പേരിലാണ് ബുക്ക് പബ്ലിഷ് ചെയ്യണത്. അങ്ങനെയൊക്കെ കുറെ സ്റ്റോറീസ് ഉണ്ട്. അത് ആനി ബ്രോണ്ടെ പറഞ്ഞിട്ട് ആന്റണി എന്ന് പറഞ്ഞിട്ടാണ് പബ്ലിഷ് ചെയ്യുന്നത്. ചാൾസ്ന്നോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ടാണ് ഫസ്റ്റ് ബുക്ക് എടുക്കാൻ പോലും തയ്യാറല്ലായിരുന്നു പബ്ലിഷേഴ്സ്, ഒരു സ്ത്രീ എഴുതിയതാണെന്നുള്ള പേരിൽ. സോ ദേ റിയലി സ്ട്രഗിൾഡ് ടു ബി പബ്ലിഷ്ഡ് ഇവൻ. എമിലി ബ്രോണ്ടയുടെ ഒക്കെ പേര് വന്നത് തന്നെ ആഫ്റ്റർ ഡെത്ത്. പുസ്തകം ഒരു ഭയങ്കര ഇന്റൻസ് സാധനമാണ്. എന്ന് വെച്ചാൽ ക്യാരക്ടേഴ്സ് ആർ ഓൾ സോ വെൽ ഡിഫൈൻഡ്. ഓക്കെ, ടോക്സിക് റിലേഷൻഷിപ്പ് ഇതുപോലെ വേറൊരു കഥാപാത്രം കൂടെ ഉണ്ട്. ഐ ഡോണ്ട് നോ ഇഫ് യു എനിബഡി ഹാസ് റെഡ് ഇൻ ദ ഡ്രീം ഹൗസ്. കാർമൻ മറിയ മച്ചാഡോടെയാണ് ഇൻ ദ ഡ്രീം ഹൗസ്. സോ ഇറ്റ്സ് എ മെമോയർ. അപ്പം ഈ കാർമൻ മറിയ മച്ചാഡോ എന്ന് പറയുന്ന പുള്ളിക്കാരത്തി വേറെ കുറെ പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷെ ഇത് ഞാൻ വായിച്ചപ്പം ഷീ ഈസ് ഇൻ എ സെയിം സെക്സ് റിലേഷൻഷിപ്പ് ആൻഡ് ഭയങ്കര ഇന്റൻസ് റിലേഷൻഷിപ്പാണ്. ഇറ്റ് ഈസ് ഐ തിങ്ക് ഇറ്റ് വാസ് വെരി ലസ്റ്റ് ഡ്രിവൻ റിലേഷൻഷിപ്പ് ഓൾസോ. പക്ഷേ ഹെർ പാർട്ട്ണർ വാസ് എക്സ്ട്രീംലി മാനിപ്പുലേറ്റീവ്, ഫിസിക്കലി ആൻഡ് മെന്റലി അബ്യൂസീവ്. അപ്പോൾ ഇറ്റ്സ് ആ ഫസ്റ്റ് ഹാഫ് of this movie is about how she every time she tries to break free from this person, ഒരിക്കലും പേര് പറയുന്നില്ല, the woman എന്ന് മാത്രമാണ് അവളെ റെഫർ ചെയ്തിരിക്കുന്നത്. അപ്പം എങ്ങനെ how she lives in her house and in her head and torments her എന്നുള്ളതാണ്. അത് എനിക്കൊരു കംപ്ലീറ്റ് റെവലേഷൻ ആയിരുന്നു. ഐ നെവർ റിയലൈസ് ദാറ്റ് there can be abuse in same-sex relationship. I mean, it was an eye-opening book in the Dream House. കേട്ടിട്ടില്ല. Should put a trigger warning for this. അതെ. This maybe domestic ഒരു violence episode ആണ്. കേൾക്കണ്ടാത്ത അല്ല ഇന്ത്യൻ ഈ സെക്ഷൻ. Okay. Because a lot of people have different experiences. Like, ഈ DV നമ്മൾ എപ്പോഴും അസോസിയേറ്റ് ചെയ്യുന്നത് ഒരു ഹെട്രോസെക്ഷൽ റിലേഷൻഷിപ്പിൽ മാത്രമാണ്. കാരണം മെയിൻ സ്ട്രീം മൂവീസും ന്യൂസും ഒക്കെ ക്യാപ്ചർ ചെയ്യുന്നത് അതാണ്. അല്ലാതെ ഒരു ഗേ റിലേഷൻഷിപ്പിൽ അങ്ങനെ ഉണ്ടായിക്കൂടാ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ കേട്ടിട്ടില്ല എന്നുള്ളൂ. നമ്മൾ ജീവിക്കാത്ത ജീവിതങ്ങൾ we don't know. എന്റെ ഒരു കൊളീഗ് ഉണ്ടായിരുന്നു. ഐ മീൻ ഇറ്റ് വാസ് the exactly opposite story. She was in a heterosexual relationship. She was married to a guy
who was extremely abusive. Then she left him. Then she has a female partner. I think they have been together for 15 years plus. They are a very loving couple. So that is also there. Unrelated, ഞങ്ങളുടെ ഒരു project that I worked on was for mental health. We were translating forms ആണ് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യണത് മെന്റൽ ഹെൽത്ത് റിസ്ക് അസസ്മെന്റിന്റെ അപ്പം each page on your screen is a set of questions on different പല ഇതും ആവാം. അപ്പൊ അതിൽ ഒന്ന് was about domestic violence നെ കുറിച്ചായിരുന്നു. എൻ്റെ ടീമിൽ there was a person who said, I will not work on this. I'm not comfortable working on this. And അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം I realized why. Because there were like 6 or 7 questions pertaining to domestic violence. What sort of domestic violence was being perpetrated? ഇത് മുഴുവൻ നമ്മൾ ടൈപ്പ് ചെയ്തുണ്ടാക്കണം, ഈ കഥ മുഴുവനും. പിന്നെ വാലിഡേഷനും ഉണ്ട്. ഈ വാലിഡേഷൻ ഇത് തന്നെയാണ് നമ്മൾ വായിക്കുന്നത്, കറക്റ്റ് അക്ഷരങ്ങൾ വന്നോ. ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ എനിക്കിത് വായിച്ച് തലയ്ക്ക് ഭ്രാന്തായി. ഇത് ആരെങ്കിലും ഇത് ഗോ ത്രൂ ചെയ്യുക, അല്ലെങ്കിൽ ഹു നോസ് സമ്മൺ ഹൂസ് ബീൻ ഇൻ ദാറ്റ്, അങ്ങനത്തെ ഇത് അവർക്കിത് ചെയ്യുമ്പോൾ ഭയങ്കര ട്രിഗറിങ് ആയിരിക്കും. അന്നാണ് ഞാൻ റിയലൈസ്, ഓക്കെ, ട്രിഗർ വാർണിംഗ്സ് ആർ റിയലി റിയലി ഇമ്പോർട്ടൻറ്റ്. അത് പല ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഗ്യാസ് ലൈറ്റിംഗ് മാത്രമല്ല, ഡൊമസ്റ്റിക് വയലൻസ്, കോയർഷൻ, സൈലന്റ് കോയർഷൻ മാത്രമല്ല എന്നുള്ളത്. ഇറ്റ് വാസ് വെരി ഡിഫിക്കൽട്ട് ഫോർ മീ ടു സിറ്റ് ത്രൂ. ആ ഒരു സ്ക്രീൻ ബിൽഡിംഗ് വാസ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇറ്റ് ഗോട്ട് ഇൻ ടു മൈ ഹെഡ്. ദ പ്രോജക്റ്റ് ഗോട്ട് ഇൻ ടു മൈ ഹെഡ് ആക്ച്വലി. എൻ്റെ ഒരു ഫ്രണ്ടിന്റെ വൈഫ്, ഷീ ഈസ് വർക്കിംഗ് ആസ് എ തെറാപ്പിസ്റ്റ്. അപ്പോൾ പുള്ളി പറയായിരുന്നു, യു ഹാവ് അബ്സല്യൂട്ട്ലി നോ ഐഡിയ ദ കൈൻഡ് ഓഫ് അബ്യൂസ് പീപ്പിൾ have to go through, or people choose to go through. That's the other part, right? Some people choose to take it and they run along with it. ചൂസ് ചെയ്യുന്നതാണോ സർട്ടൻ കണ്ടീഷനിങ്ങിന്റെ ഭാഗമാണോ എന്ന് അറിയില്ലല്ലോ. ഇപ്പൊ നാട്ടിലൊക്കെ Stockholm syndrome. അതൊന്ന്, കണ്ടീഷനിങ് ആണ്. പിന്നെ കണ്ടീഷനിങ് അല്ല, ചില ആൾക്കാർക്ക് വേറെ ഓപ്ഷൻ ഇല്ല. അതന്നെ, ആ ലൈഫ് വിട്ടു കഴിഞ്ഞാൽ പിന്നെ വേറെ ഓപ്ഷൻസ് ഇല്ല. They try to stay on. അല്ലെങ്കിൽ ചിലർക്ക് ഇപ്പൊ കുട്ടികളെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകേണ്ടി വരും. What happens when the abuser is left alone with the children? അതൊരു പ്രോബ്ലം. custody battle, especially when children are involved. അപ്പോൾ നമ്മൾ ഒരു ഓക്സിലറി ടോപ്പിക്, റൊമാൻസ് കഴിഞ്ഞിട്ട് ഒരു ഓക്സിലറി ടോപ്പിക് എന്ന് പറഞ്ഞ് തുടങ്ങിയതാണിത്. പക്ഷേ ഇത് പറഞ്ഞു വന്നപ്പോൾ ഒരുപാട് ഉണ്ട്, ഇതുവരെ തീർന്നിട്ടില്ല. നമ്മൾ ചെറിയൊരു എപ്പിസോഡ് ബ്രേക്ക് എടുക്കാം. വി വിൽ കം വിത്ത് എപ്പിസോഡ് 20.3. അപ്പോൾ ടിൽ ദെൻ, ദിസ് ഇസ് സന്ദീപ്, കൃഷ്ണകുമാർ, ലേഖ ആൻഡ് അനൂപ് സൈനിങ് ഓഫ്. താങ്ക് യു.